എന്നും പുതുമയുമായെത്തുന്ന ലവ് ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു. ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു ദിനം ഒരു പേജ് അർത്ഥത്തോടു കൂടിയുള്ള ഖുർആൻ പാരായണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ സൽമ, കൂടെ ഫാത്തിമ. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് അഅറാഫിലെ 150 മുതൽ 155 വരെയുള്ള ആയത്തുകളാണ് ഞങ്ങളിവിടെ ഓതുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولما رجع موسى إلى قومه غضبان أسفا قال بئس ما خلفتموني من بعدي أعجلتم أمر ربكم وألقى الألواح وأخذ برأس أخيه يجره إليه قال ابن أم إن القوم استضعفوني وكادوا يقتلونني فلا تشمت بي الأعداء ولا تجعلني مع القوم الظالمين. കുപിതനും ദുഃഖിതനുമായി കൊണ്ട് തൻ്റെ ജനതയിലേക്ക് മടങ്ങി വന്നിട്ട് മൂസ പറഞ്ഞു, ഞാൻ പോയ ശേഷം എൻ്റെ പിന്നിൽ നിങ്ങൾ പ്രവർത്തിച്ച കാര്യം വളരെ ചീത്ത തന്നെ. നിങ്ങളുടെ രക്ഷിതാവിൻ്റെ കൽപ്പന കാത്തിരിക്കാതെ നിങ്ങൾ ധൃതി കാട്ടിയോ? അദ്ദേഹം പലകകൾ താഴെയിടുകയും തൻ്റെ സഹോദരൻ്റെ തല പിടിച്ച് തൻ്റെ അടുത്തേക്ക് വലിക്കുകയും ചെയ്തു. അവൻ പറഞ്ഞു, എൻ്റെ ഉമ്മയുടെ മകനെ, ജനങ്ങൾ എന്നെ ദുർബലനായി ഗണിച്ചു. അവരെന്നെ കൊന്നേക്കുമായിരുന്നു. അതിനാൽ നീ ശത്രുക്കൾക്ക് സന്തോഷത്തിന് ഇടവരുത്തരുത്. അക്രമികളായ ജനങ്ങളുടെ കൂട്ടത്തിൽ എന്നെ കണക്കാക്കുകയും ചെയ്യരുത്. قال رب اغفر لي ولأخي وأدخلنا في رحمتك وأنت أرحم الراحمين. അദ്ദേഹം പറഞ്ഞു, എൻ്റെ രക്ഷിതാവേ, എനിക്കും എൻ്റെ സഹോദരനും നീ പുറത്തു തരികയും ഞങ്ങളെ നീ നിന്റെ കാരുണ്യത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യണമേ. നിന്റെ പരമകാരുണികനാണല്ലോ. ഇന്നല്ലദീന ഇത്തഖദുൽ ഇജ്ല സയനാലുഹും ഗളബും മിർ റബ്ബിഹിം വദില്ലതും ഫിൽ ഹയാത്തിദ് ദുനിയാ വകദാലിക നജ്സിൽ മുഫ്തരീൻ. കാളക്കുട്ടിയെ ദൈവമായി സ്വീകരിച്ചവരാരോ അവർക്ക് തങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള കോപവും ഐഹിക ജീവിതത്തിൽ നിന്ദതയും വന്നു ഭവിക്കുന്നതാണ്. കള്ളം കെട്ടിച്ചമക്കുന്നവർക്ക് നാം പ്രതിഫലം നൽകുന്നത് അപ്രകാരമത്രേ. വല്ലദീന അമിലുസ് സയ്യിആതി സുമ്മ താബൂ മിൻ ബഅദിഹാ വആമനൂ ഇന്ന റബ്ബക മിൻ ബഅദിഹാ ലഗഫൂറുർ റഹീം. എന്നാൽ തിന്മകൾ പ്രവർത്തിക്കുകയും എന്നിട്ടതിനു ശേഷം പശ്ചാത്തപിക്കുകയും വിശ്വസിക്കുകയും ചെയ്തവർക്കു തീർച്ചയായും അതിന് ശേഷം ഏറെ പുറത്തു കൊടുക്കുകയും കരുണ കാണിക്കുകയും ചെയ്യുന്നവനാകുന്നു. ولما سكت عن موسى الغضب أخذ الألواح وفي نسختها هدى ورحمة للذين هم لربهم يرهبون. മൂസയുടെ കോപം അടങ്ങിയപ്പോൾ അദ്ദേഹം പലകകൾ എടുത്തു. അവൻ അവയിൽ രേഖപ്പെടുത്തിയതിൽ ഞങ്ങളുടെ രക്ഷിതാവിനെ ഭയപ്പെടുന്ന ആളുകൾക്ക് മാർഗദർശനവും കാരുണ്യവും ഉണ്ടായിരുന്നത്. واختار موسى قومه 70 رجلا لميقاتنا فلما أخذتهم الرجفة قال رب لو شئت أهلكتهم من قبل وإياه أتهلكنا بما فعل السفهاء منا إن هي إلا فتنتك تضل بها من تشاء وتهدي من تشاء أنت ولينا فاغفر لنا وارحمنا وأنت خير الغافرين. നമ്മുടെ നിശ്ചിത സമയത്തേക്ക് മൂസ തൻ്റെ ജനങ്ങളിൽ നിന്ന് 70 പുരുഷന്മാരെ തിരഞ്ഞെടുത്തു. എന്നിട്ട് ഉഗ്രമായ കുലുക്കം അവർക്ക് പിടിപെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ രക്ഷിതാവേ, നീ ഉദ്ദേശിച്ചുവെങ്കിൽ മുമ്പ് തന്നെ അവയെ എന്നെയും നിനക്ക് നശിപ്പിക്കുമായിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിലെ മൂഢന്മാർ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ നീ ഞങ്ങളെ നശിപ്പിക്കുകയാണോ? അത് നിന്റെ പരീക്ഷണമല്ലാതെ മറ്റൊന്നുമല്ല.
അതുമൂലം നീ ഉദ്ദേശിക്കുന്നവരെ നീ പിഴവിലാക്കുകയും നീ ഉദ്ദേശിക്കുന്നവരെ നീ നേർവഴിയിലാക്കുകയും ചെയ്യുന്നു. നീയാണ് ഞങ്ങളുടെ രക്ഷാധികാരി. അതിനാൽ ഞങ്ങൾക്ക് നീ പൊറുത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീയാണ് പൊറുക്കുന്നവരിൽ ഉത്തമൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.